പൊള്ളാച്ചിയിലെ ആളിയാർ ഡാമിന് താഴെ തമിഴ്നാടിൻ്റെ പുതിയ ഡാം വരുന്നു. തമിഴ്നാട് ബജറ്റിലാണ് ഈ പ്രഖ്യാപനം. നടപടി വേഗത്തിലാക്കാൻ തമിഴ്നാട് തീരുമാനിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം. 11,000 കോടി രൂപ ചെലവിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ചിറ്റൂർ പുഴയിലേക്കുള്ള ഒഴുക്ക് നിലച്ചു പോകുമോ എന്ന് കേരളത്തിന് ഇപ്പോൾ ആശങ്കയുണ്ട്. കേരളം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയാണ്. ആദ്യം പ്രതികരണത്തിലേക്ക്. അഷ്യൂർഡ് ഇറിഗേഷനാണ് 7.25. തമിഴ്നാട് എപ്പോഴും കരാറ് ലംഘിക്കുകയാണ്. അൺകൺട്രോൾ ഫ്ലഡ് വാട്ടറും കരാർ പ്രകാരം നമുക്ക് കിട്ടേണ്ടതാണ്. ആ അൺകൺട്രോൾ വാട്ടർ ഇപ്പോൾ തടഞ്ഞിട്ട് അവരെടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാരതപ്പുഴ പുഴയല്ലാത്തൊരു സ്ഥിതിയിലെത്തും. അത് വെറും പറമ്പാകും. അഷ്യൂർഡ് ഇറിഗേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇറിഗേഷൻ മൂലത്തറ ഡാമിൽ വെച്ച് ഈ അഗ്രികൾച്ചർ തിരിച്ചാൽ പിന്നെ പുഴയിൽ ഒഴുക്കി നിൽക്കും. അല്ല, സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസുണ്ട്. അതിൽ ഇത് കക്ഷിയായിരുന്നാണ് എനിക്ക് വിശ്വാസം. അല്ല, നിയമപരമായ നടപടി എടുക്കാൻ വേണ്ടി നമ്മൾ ഇറിഗേഷൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. ഷംന, എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്? പറയൂ. കഴിഞ്ഞ ദിവസമാണ് ഈ തമിഴ്നാട് ബജറ്റ് പ്രഖ്യാപനത്തിൽ ഈ ആളിയാർ ഡാമിന് സമാന്തരമായി മറ്റൊരു ഡാം കൂടി വരുന്നു. ഇതിനായി 11,000 കോടി രൂപ മാറ്റിവെച്ചതായി ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. ഇതോടുകൂടിയാണ് കേരളത്തിന്റെ ആശങ്ക വർദ്ധിക്കുന്നത്. അതായത് നിലവിൽ ആളിയാർ ഡാമിൽ നിന്നും മൂലത്തറയിലേക്കാണ് വെള്ളം എത്തുന്നത്. അതിനുശേഷമാണ് പിന്നീട് ചിറ്റൂർ പുഴയിലേക്കും തുടർന്ന് മറ്റ് ചെറു നദികളിലേക്കും വെള്ളം എത്തുന്നത്. നിലവിൽ 7.25 TMC വെള്ളം ഈ ആളിയാർ ഡാം വഴി ഈ ചിറ്റൂർ പുഴയിലേക്ക് എത്തണമെന്നുള്ള കരാർ. എന്നാൽ ആ കരാർ കുറെ കാലങ്ങളായി തമിഴ്നാട് ലംഘിക്കുന്നുണ്ട്. കേരളത്തിന് മതിയായ വെള്ളം ലഭിക്കുന്നില്ല. ഇതിനിടയിലാണ് ഇതിന് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കരാർ കഴിഞ്ഞ 65 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും പിന്നീട് തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല. ഈ വിഷയങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ കേരളത്തിന്റെ എല്ലാ ആശങ്കകൾ അറിയിച്ചിട്ട് പോലും ഒരു ചോദ്യമോ ഒന്നുമില്ലാതെ തമിഴ്നാട് ഇത്തരം കടുത്ത ഒരു നിലപാടിലേക്ക് പോകുന്നത്. ഇതോടുകൂടിയാണ് കേരളം നിയമ നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ ഈ പുതിയ ഡാം വരികയാണെങ്കിൽ അത് ആളിയാറിന് സമീപം, അതായത് ആളിയാർ ഡാം നിലവിലുള്ള ആളിയാർ ഡാമിന് താഴെയായിരിക്കും ഈ പുതിയ ഡാം വരുന്നത്. ഇതോടുകൂടി തന്നെ മൂലത്തറയിലേക്ക് എത്തേണ്ട വെള്ളം മൂലത്തറയിൽ എത്താതെ പകരം പുതിയ ഡാമിലേക്ക് എത്തും. ഇതുവഴി ചിറ്റൂർ പുഴയിലേക്കുള്ള ഒഴുക്ക് ഇല്ലാതാകും. ഇതോടുകൂടിയാണ് ഭാരതപ്പുഴയിൽ ജലക്ഷാമം ഉണ്ടാകുന്നതും. ഒപ്പം തന്നെ ചിറ്റൂർ മേഖലയെ വലിയ തോതിലായിരിക്കും ഇത് ബാധിക്കുക. കുടിവെള്ളത്തിനടക്കം ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊന്ന്, പാലക്കാട് കൃഷിയെ കാര്യമായി തന്നെ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും കേരളത്തിന് ഈ ഡാം വരികയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാര്യം നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ ചർച്ച ചെയ്തെങ്കിലും തമിഴ്നാട് വലിയൊരു കടുത്തൊരു നടപടിയിലേക്ക് കടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഈ സുപ്രീം കോടതിയിൽ നിലവിൽ നടക്കുന്ന കേസിൽ കക്ഷി ചേരാൻ കേരളം തീരുമാനിക്കുന്നതും. അക്കാര്യമാണ് ഇന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മളോട് വ്യക്തമാക്കിയത്. മെസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.